നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മാർച്ച് മാസത്തിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായിട്ടുള്ള അറിയിപ്പായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. മാർച്ച് മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണം എന്നായിരിക്കും തുടങ്ങുക? അതുപോലെ തന്നെ ഇപ്പോൾ ലഭിച്ച 1000 രൂപയുടെ സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണം മാർച്ച് മാസത്തിൽ എന്നാണ് ഉണ്ടാവുക? പെൻഷൻ വീണ്ടും ലഭിക്കണമെങ്കിൽ ചെയ്യേണ്ട 3 കാര്യങ്ങളെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ഈ ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങളോ രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പോൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ കൂടി മറക്കരുത്. ആയി നമ്മൾ നോക്കാൻ പോകുന്നത് മാർച്ച് മാസത്തിലെ വിതരണ തീയതിയാണ്. നമുക്കറിയാം, എല്ലാ മാസവും 25-ാം തീയതി മുതൽ 30-ാം തീയതി വരെയുള്ള ദിവസങ്ങളിലായിരുന്നു നമുക്ക് പെൻഷൻ ലഭിച്ചത്. എന്നാൽ ഈ മാർച്ച് മാസത്തിൽ ചിലപ്പോൾ കുറച്ച് നേരത്തെ തന്നെ പെൻഷൻ ലഭിക്കാൻ സാധ്യത കാണുന്നുണ്ട്. നമുക്കറിയാം, ഈ മാർച്ച് മാസത്തിലാണ് മുസ്ലിങ്ങൾക്കുള്ള പെരുന്നാൾ വരുന്നത്. അതിന് മുന്നായി തന്നെ പെരുന്നാളിനോട് അടുപ്പിച്ച് തന്നെ പണം അക്കൗണ്ടിൽ എത്തിക്കാനായിരിക്കും സർക്കാർ ഇപ്പോൾ തീരുമാനിക്കുന്നത്. ഇനി വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് നിയമസഭാ ഇലക്ഷന് ബാക്കിയുള്ളത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇനി സർക്കാർ പെട്ടെന്ന് തന്നെ തീർപ്പ് കലപ്പാക്കും. ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന 2000 രൂപ തന്നെയായിരിക്കും അവർക്ക് ഈ മാസം മുതൽ ലഭിക്കുക. അതുപോലെ തന്നെ 1000 രൂപയുടെ സ്ത്രീ സുരക്ഷാ പെൻഷനും ആ ദിവസങ്ങളിൽ തന്നെ അക്കൗണ്ടിൽ എത്തിക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത്. ഫെബ്രുവരി 28-ാം തീയതി വരെ അപ്രൂവൽ ആയ ആളുകൾക്ക് എല്ലാവർക്കും പണം അക്കൗണ്ടിൽ എത്തുമെന്നാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത്. ഫെബ്രുവരി മാസം പെൻഷൻ അക്കൗണ്ടിൽ എത്തിയിരുന്നു. അന്ന് ഏകദേശം 10 ലക്ഷം ആളുകൾക്കാണ് പണം അക്കൗണ്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. അന്ന് ഇതേ മോഡൽ ജനുവരി ലാസ്റ്റിൽ അപ്രൂവൽ ആയ ആളുകൾക്കാണ് അന്ന് പണം അക്കൗണ്ടിൽ എത്തിയിട്ടുള്ളത്. നമ്മുടെ സ്ത്രീ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇപ്പോൾ വെബ്സൈറ്റിൽ ചെക്ക് ചെയ്യാൻ സാധിക്കും. നമ്മുടെ എല്ലാ പെൻഷൻ നോക്കുന്ന സൈറ്റ് തന്നെ, സേവന സൈറ്റിൽ തന്നെയാണ് ഇതിൻ്റെ ലിങ്കും വന്നിട്ടുള്ളത്. ആ ലിങ്ക് ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ പെൻഷൻ ഐഡിയോ, അതല്ലെങ്കിൽ ആധാർ കാർഡ് നമ്പറോ, അതുമല്ലെങ്കിൽ നമ്മുടെ സ്മാർട്ട് ആപ്ലിക്കേഷൻ നമ്പറോ ഇതിലേതെങ്കിലും നൽകി കഴിഞ്ഞാൽ നമ്മുടെ പെൻഷൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാൻ സാധിക്കും. അങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയത്ത് അപ്രൂവൽ ആയി എന്നാണ് കാണിക്കുന്നതെങ്കിൽ അവർക്കും പെൻഷൻ ലഭിക്കുന്നതാണ്. അവർക്ക് 1000 രൂപയുടെ പെൻഷനായിരിക്കും അവരുടെ അക്കൗണ്ടിൽ എത്തുക. മറ്റ് വാർദ്ധക്യ വിധവാ പെൻഷൻ പോലത്തെ പെൻഷനുകൾ 2000 രൂപയുടെ വിതരണമായിരിക്കും ഉണ്ടായിരിക്കുക. ഇനി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഈ മാർച്ച് മാസം മുതൽ പെൻഷൻ ലഭിക്കണമെന്ന് നിർബന്ധമായി ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ആളുകൾ. സ്ത്രീ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ആളുകൾ നിലവിൽ അവർ വീണ്ടും വിവാഹിതയായിട്ടില്ല എന്നുള്ള സത്യവാങ്മൂലം നൽകേണ്ടത് എല്ലാ വർഷവും ഉണ്ടായിരുന്നു. അത് നൽകാത്ത ഒരുപാട് ആളുകൾ ഇപ്പോഴും ഉണ്ട്. 60 വയസ്സ് എന്നാണ് അവർക്ക് തികയുന്നത്. അതുവരേക്കും ഈ ഒരു സത്യവാങ്മൂലം നിർബന്ധമായി നൽകണം. അങ്ങനെ നൽകി കഴിഞ്ഞാൽ മാത്രമായിരിക്കും അവർക്ക് സ്ത്രീ സുരക്ഷാ പെൻഷൻ ലഭിക്കുകയുള്ളൂ. ആ പെൻഷൻ ഇതുവരെയും സത്യവാങ്മൂലം നൽകാത്ത ആളുകൾക്ക് ഇപ്പോൾ അതിന് അവസരമുണ്ട്, അവർ അത് നൽകുക. അതുപോലെ തന്നെ പെൻഷൻ അപ്രൂവൽ ആയ ശേഷം ഒരു പ്രാവശ്യമെങ്കിലും വരുമാന സർട്ടിഫിക്കറ്റ് നൽകാത്ത ഒരുപാട് ആളുകൾ ഇനിയും ബാക്കിയുണ്ട്. അവർക്കുള്ള സമയം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവസാന സമയത്തേക്ക് കാത്തു നിൽക്കാതെ ഇപ്പോൾ തന്നെ ആ വരുമാന സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യുക. ഇതുവരെയും വരുമാന സർട്ടിഫിക്കറ്റ് നൽകാത്ത ആളുകളാണ് ഇപ്പോൾ ഈ ഒരു വരുമാന സർട്ടിഫിക്കറ്റ് നൽകേണ്ടത്. നമ്മൾ മുകളിൽ പറഞ്ഞതുപോലെ തന്നെ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, വരുമാന സർട്ടിഫിക്കറ്റ് നൽകേണ്ട ആവശ്യമുണ്ടോ, അതുപോലെ തന്നെ പെൻഷൻ മാസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുണ്ടോ, അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് അറിയാൻ സാധിക്കും. ലിങ്ക് ആവശ്യമുള്ളവർ ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ലിങ്ക് അയച്ചു തരാം. അതുപോലെ തന്നെ കഴിഞ്ഞ മാസം മാർച്ച് മാസത്തിൽ പെൻഷൻ കാത്തിരിക്കുന്ന ആളുകൾക്ക് ഫെബ്രുവരി മാസത്തിൽ പെൻഷൻ വിതരണം ലഭിച്ച ആളുകളാണെങ്കിൽ യെസ് എന്നും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.